ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈസ് ഇൻഡസ്ട്രിയൽ സ്ട്രെയിൻസ് ഐസൊലേഷൻ ടെക്നിക്. അതിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ക്രീനിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലി പ്രൈമറി സ്ക്രീനിങ് ടെക്നിക്. അപ്പം ഇൻഡസ്ട്രിയൽ സ്ട്രെയിൻസ് ഐസൊലേഷൻ ടെക്നിക് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ പല ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലൈക്ക് വൈറ്റമിൻസ് പ്രൊഡക്ഷൻ, ആൻറ്റിബയോട്ടിക് പ്രൊഡക്ഷൻ, അമിനോ ആസിഡ് പ്രൊഡക്ഷൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ടെക്നിക്സ് ആണ് ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ക്രീനിങ് ടെക്നിക് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൽ പ്രൈമറി സ്ക്രീനിങ് ടെക്നിക്കിൽ 4 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിക്കേറ്റഡ് ഡൈ മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് എൻറിച്ച്മെന്റ് കൾച്ചർ ടെക്നിക്, തേർഡ് വൺ ഈസ് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്, ഫോർത്ത് വൺ ഈസ് ഓക്സാനോഗ്രാഫിക് ടെക്നിക്. സോ കമ്മിങ് ടു ഇൻഡിക്കേറ്റഡ് ഡൈ മെത്തേഡ്, ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓർഗാനിക് ആസിഡ്സ് ആൻഡ് അമീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ ഇതിൽ പർട്ടിക്കുലർലി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഡൈസ് ആണ്. ദാറ്റ് ഈസ് pH ഇൻഡിക്കേറ്റിംഗ് ഡൈ എന്ന് പറയും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂട്രൽ റെഡ് ഡൈയും ബ്രോമോതൈമോൾ ബ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ന്യൂട്രൻ്റെകാർ പ്രിപ്പയർ ചെയ്തിട്ട് സീരിയൽ ഡയലൂട്ടഡ് സാമ്പിൾ, സോയിൽ സാമ്പിൾ ആയിരിക്കും, അത് സീരിയൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇനോക്കുലേറ്റ് ചെയ്യണം ന്യൂട്രിയൻ്റ് കാറിൽ. എന്നിട്ട് ആഫ്റ്റർ ഇൻക്യുബേഷൻ ഈ ഗ്രോത്ത് ഉള്ള കോളനീസിൻ്റെ മേളിൽ നമ്മൾ ഈ ന്യൂട്രൽ റെഡ് അല്ലെങ്കിൽ ബ്രോമോതൈമോൾ ബ്ലൂ ആഡ് ചെയ്യണം. എന്നിട്ട് ആ ഡൈയിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ പർട്ടിക്കുലർ ഓർഗാനിസം ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ അമീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റഡ് ഡൈ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻറിച്ച്മെന്റ് കൾച്ചർ ടെക്നിക്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ഫേവറബിൾ ആയിട്ടുള്ള നമ്മുടെ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിലോട്ട് അതെങ്ങനെ ഗ്രോ ചെയ്യും, ആ ഒരു ടെമ്പറേച്ചർ ആയാലും pH ആയാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ആ ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ടെമ്പറേച്ചർ pH ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മീഡിയ കോമ്പോസിഷൻ ആക്കണം. അപ്പം അങ്ങനെ വരുമ്പം അൺഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസം അവിടെ വളരില്ല. അപ്പം ഈ ടെക്നിക്ക് മെയിൻലി നമ്മൾ സ്പോർ ഫോമർ പ്രൊഡ്യൂസിങ് ആന്റിബയോട്ടിക്സും പിന്നെ ആന്റിബയോട്ടിക് വിച്ച് ഇസ് പ്രൊഡ്യൂസിങ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെയും പിന്നെ സ്പോർ ഫോമേഴ്സ് ആയിട്ട് ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എൻറിച്ച്മെന്റ് കൾച്ചർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഐസൊലേഷൻ ഓഫ് സ്പോർ ഫോമേഴ്സ് പ്രൊഡ്യൂസിങ് ആന്റിബയോട്ടിക്കിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സോയിൽ സാമ്പിൾ എടുക്കാം. എന്നിട്ട് അത് 80 to 100 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യണം ഫോർ 10 to 20 minutes. അപ്പം എന്ത് സംഭവിക്കും, ആ സോയിൽ സാമ്പിളിലുള്ള വെജിറ്റേറ്റീവ് സെൽസ് എല്ലാം കില്ലായിട്ട് സ്പോർട്സ് ഒക്കെ കില്ല് ചെയ്യാതിരിക്കും. കാരണം എന്താ, സ്പോർട്സ് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പം അങ്ങനെയായിട്ടുള്ള ഹീറ്റ് ട്രീറ്റഡ് സോയിലിൽ നമ്മൾ എന്ത് ചെയ്യണം, സീരിയൽ ഡയലൂഷൻ ചെയ്യണം, പിന്നെ ഒരു ന്യൂട്രിയൻ്റ് അഗാർ മീഡിയത്തിൽ ഇനോക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇൻക്യുബേഷൻ കഴിഞ്ഞ് ഗ്രോ ചെയ്യുന്നതുള്ള എങ്ങനത്തെ ഓർഗാനിസം ആയിരിക്കും, വെജിറ്റേറ്റീവ് സെല്ല് ഓൾറെഡി കില്ലായി, അപ്പോൾ സ്പോർ ഫോമിങ് ഓർഗാനിസം മാത്രമേ അവിടെ ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സ്പോർ ഫോമേഴ്സ് പ്രൊഡ്യൂസിങ് ആന്റിബയോട്ടിക്കിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഗ്രോ ചെയ്യുന്ന എല്ലാവരും ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ മൈക്രോബ്സ് പ്രൊഡ്യൂസിങ് എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഏതൊക്കെ മൈക്രോബ്സ് ആണ് എൻസൈംസ്? ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത് ആൽക്കലൈൻ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈമിന് എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പം നമ്മൾ സീരിയൽ ഡയലൂട്ടഡ് സോയിൽ സാമ്പിൾ എടുക്കുക, എന്നിട്ട് ഒരു മീഡിയ ഉണ്ടാക്കിയിട്ട് അതിൽ ഇനോക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ആ മീഡിയയിൽ എന്ത് കാണണം, കസീൻ കാണണം. കാരണം ഈ ആൽക്കലൈൻ പ്രോട്ടിയേസ് എൻസൈം അവിടെ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കസീനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു സോൺ കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മൾ ആൽക്കലൈൻ പ്രോട്ടിയേസിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് pH സെറ്റാക്കി കൊടുക്കണം. ആൽക്കലൈൻ ആയതുകൊണ്ട് തന്നെ ആൽക്കലൈൻ pH, അതായത് 10 to 12 ആ ഒരു pHൽ സെറ്റാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ സീരിയൽ ഡയലൂഷൻ സാമ്പിളിൽ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ കോളനീസിന്റെ റൗണ്ടിലാണോ സോൺ ഓഫ് ഇൻഹിബിഷൻ കാണുന്നത്, അതിന്റെ അർത്ഥം ഈ ആൽക്കലൈൻ പ്രോട്ടിയേസ് ആ പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവർ കസീനെ ഡിഗ്രേഡ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സോൺ കാണുന്നത്, ക്ലിയർ സോൺ കാണും. അപ്പം ഏത് കോളനിയുടെ ചുറ്റാണ് ക്ലിയർ സോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഓർഗാനിസം വിൽ പ്രൊഡ്യൂസ് ദ എൻസൈം ആൽക്കലൈൻ പ്രോട്ടിയേസ്. നെക്സ്റ്റ് ഈസ് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്. ഈ ടെക്നിക്ക് പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസം വിച്ച് ഈസ് പ്രൊഡ്യൂസിങ് ആന്റിബയോട്ടിക്. ഏത് മൈക്രോ ഓർഗാനിസം ആണ് ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ മൈക്രോ ഓർഗാനിസിനെ കണ്ടുപിടിക്കാനാണ് ഈ ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയലൂഷൻസ് ആർ മെയ്ഡ് ആൻഡ് ദെൻ pouring and spreading of the soil sample that give 300 to 400 or more colonies per plate. ഈ 300 to 400 എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ആഫ്റ്റർ ഇൻക്യുബേഷൻ ആ ഒരു
പ്ലേറ്റിൽ കാണണം. അങ്ങനെയുള്ള ഡയലൂഷൻ വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ട് ഏതൊക്കെ കോളനിയിലാണോ സോൺ ഓഫ് ഇൻഹിബിഷൻ കാണുന്നത്, അറൌണ്ട് ദ കോളനി സോൺ ഓഫ് ഇൻഹിബിഷൻ കാണണം. ആ കോളനീസ് ആയിരിക്കും നമ്മൾ ആന്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക്. ഇതിന്റെ പിക്ചറാണ് ഈ സൈഡിൽ കാണുന്നത്. ദിസ് ഈസ് ദ ക്രൗഡഡ് പ്ലേറ്റ് ടെക്നിക് പിക്ചർ. ഇനിയും ലാസ്റ്റ് ടെക്നിക്കാണ് ഓക്സാനോഗ്രഫിക് ടെക്നിക്. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ വൈറ്റമിൻസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു മെത്തേഡിൽ ടു ടൈപ്സ് ഓഫ് പ്ലേറ്റ്സ് ഉണ്ടാക്കണം. ഒന്നാമത് ഫസ്റ്റ് പ്ലേറ്റ്, പിന്നെ സെക്കൻഡ് പ്ലേറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം സീരിയലി ഡയലൂട്ടഡ് സാമ്പിൾ എടുക്കുക, എന്നിട്ട് അഗാർ പ്ലേറ്റിൽ നമ്മളത് ഇൻക്യുബേറ്റ് ചെയ്യുക, ഇനോക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോളനീസ് അവിടെ ഫോം ആവും, അതവിടെ വെക്കുക. ഇനി നമുക്ക് സെക്കൻഡ് പ്ലേറ്റ് ഉണ്ടാക്കണം. ആ പ്ലേറ്റിൽ നമ്മൾ സാധാരണ മീഡിയ അല്ല, ഒരു മിനിമൽ മീഡിയ ആണ് ഉണ്ടാക്കേണ്ടത്. മിനിമൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓർഗാനിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ കൊടുക്കല്. അപ്പം എന്ത് സംഭവിക്കും? ആ ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്യത്തില്ല. ഓക്കെ, എന്നിട്ട് അങ്ങനെ സെക്കൻഡ് പ്ലേറ്റ് ഉണ്ടാക്കുക. നെക്സ്റ്റ് വരുന്നത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് പ്ലേറ്റിന്റെ മുകളിലോട്ട് ഫസ്റ്റ് നമ്മൾ പ്ലേറ്റ് ഉണ്ടാക്കില്ല, അഗാർ അസെപ്റ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ടൊരു ഗ്രോത്ത് ഫാക്ടറുടെ ഹിസ്റ്റഡിൻ്റെ കാര്യം പറയാം. ഓക്കെ, നമ്മൾ സെക്കൻഡ് പ്ലേറ്റിൽ ഹിസ്റ്റഡിനാണ് കണ്ടന്റ് ഇല്ലാത്ത വെച്ചെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസിന് ഹിസ്റ്റഡിൻ വേണം, പക്ഷെ നമ്മൾ സെക്കൻഡ് പ്ലേറ്റ് കൊടുക്കാതെ ഗ്രോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഓർഗാനിസം ഹിസ്റ്റഡിൻ ഇല്ലാത്തതുകൊണ്ട് ഗ്രോ ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റിൽ അവിടെ വളർന്നിരിക്കുന്ന ഏതെങ്കിലും ഓർഗാനിസം ഹിസ്റ്റഡിൻ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് പ്ലേറ്റിന് മണ്ടെങ്കിൽ ഫസ്റ്റ് പ്ലേറ്റ് വെക്കുമ്പോൾ ആ ഹിസ്റ്റഡിൻ പ്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിസം ആ ഹിസ്റ്റഡിൻ അവിടെ സെക്കൻഡ് പ്ലേറ്റിലോട്ട് ഊസ് ഔട്ട് ചെയ്ത് വിടും. ഊസ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ സെക്കൻഡ് പ്ലേറ്റിൽ ഗ്രോത്ത് വരും. അപ്പം അതിൻ്റെ അർത്ഥം സെയിം പൊസിഷനിൽ ഫസ്റ്റ് പ്ലേറ്റ് ഉള്ള ഓർഗാനിസമും ഹിസ്റ്റഡിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് താഴെയുള്ള സെക്കൻഡ് പ്ലേറ്റിൽ അവിടെ ഇല്ലാത്ത കണ്ടന്റ് ഹിസ്റ്റഡിൻ കിട്ടിക്കഴിഞ്ഞിട്ട് അവരത് യൂസ് ചെയ്ത് വളർന്നു. അപ്പം നമുക്ക് സെയിം പൊസിഷനിൽ എടുത്ത് ആ ഒരു ഓർഗാനിസത്തിന് ഹിസ്റ്റഡിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇതാണ് ഓക്സാനോഗ്രഫിക് ടെക്നിക്സ്. അപ്പം ഇത്രയാണ് പ്രൈമറി സ്ക്രീനിങ്ങിൽ വരുന്നത്. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഡൈ മെത്തേഡ്, എൻറിച്ച്മെന്റ് കൾച്ചർ ടെക്നിക്, crowded plate technique and oxanographic technique. So that's it. Thank you.